ഹൃദ്യമായി ഉദ്ഘാടന സെക്ഷൻ ഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. मुस्तफ़ा जान रहमत पे लाखों सलाम, शम्अ बज़्म में हिदायत पे लाखों सलाम, शहरियारे इरम ताजदारे हरम नौबहारे शफाअत पे लाखों सलाम. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉന്നതന്മാരായ ഉസ്താദുമാർ, ഈ പ്രഭാഷണ പരമ്പര ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ഇസ്സുദ്ദീൻ കാമിൽ സഖാഫി ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം. ലക്കൽ ഹംദു യാ അല്ലാഹ്. അള്ളാഹുവിനെ ഏറെയേറെ സ്തുതിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. നമ്മുടെ സ്നേഹപ്രപഞ്ചം 19ാം വർഷത്തെ പ്രഭാഷണം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ നിമിഷം വരെയും നമുക്ക് ആയുസ്സു തന്ന അള്ളാഹു ഇത് സംഘടിപ്പിക്കാൻ അവസരം നൽകിയ ഔദാര്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ളായ ഫള് മാത്രമാണ് നമ്മൾ ഓരോ വർഷവും ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഓരോ വർഷത്തെയും പ്രഭാഷണം അടുത്ത വർഷത്തേക്ക് വരുമ്പോഴേക്ക് നമ്മളിൽ നിന്ന് കുറെ ആളുകൾ യാത്രയാവുന്നുണ്ട്. ഈ സദസ്സിൽ തന്നെ പ്രാരംഭ വർഷം മുതൽ ഉണ്ടായിരുന്ന നിരവധി സാന്നിധ്യങ്ങൾ
അവരുടെ പാരത്രിക ലോകത്ത് വിശ്രമിക്കുകയാണ്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബറിടം സന്തോഷമാക്കുമാറാകട്ടെ. ആ സ്വാലിഹീങ്ങളുടെ അർവാഹുകളൊക്കെ ഇവിടെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ പറയാനും ഒരിക്കൽ കൂടി കേൾക്കാനുമാണ് നമ്മൾ ഈ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ എല്ലാവരുടെയും ആഖിറത്തിലേക്കുള്ള വലിയ ഒരു പ്രതീക്ഷയാണ്. സദസ്സ് മാറിയാലും പ്രഭാഷകൻ മാറിയാലും സംഘാടകർ മാറിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനത്തിലായി അന്ത്യനാൾ വരെ ഈ സ്നേഹപ്രപഞ്ചം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നതിന്, പ്രകീർത്തിക്കുന്നതിന് 8 വർഷമായി നമ്മൾ വെച്ചിട്ടുള്ള മാപ്പ് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ അനുഗ്രഹീതമായ ബുറുദയാണ്. ഈ വർഷം നമുക്ക് പറയാനുള്ളത് സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി എന്ന ഒരു ഭാഗത്തിന്റെ വിശദീകരണമാണ്. അതിലേക്ക് നമുക്ക് നാളെ വരാം. ചില ആളുകൾ വിചാരിക്കും, എന്തിനാണ് ഇത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത്? എല്ലാ വർഷവും ഇതേ ഒരു പ്രമേയത്തിൽ തന്നെ എന്തിനാണ് സഞ്ചരിക്കുന്നത്? കാലികമായ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, വർത്തമാനകാല സംഭവങ്ങളുണ്ടല്ലോ. അതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും ഏതുകാലത്തെയും ഏറ്റവും പുതുമയുള്ള പ്രമേയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് അത്തരം ഒരു ചോദ്യം ഉണ്ടാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ആരാണ്? ആരാണെന്ന് പറഞ്ഞാലും മതിയാകാത്തതിനപ്പുറത്തുള്ള സ്ഥാനത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് സാധാരണക്കാർക്ക് ബോധ്യമാകുന്ന 1-2 ചെറിയ കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സലാം പറഞ്ഞിട്ടുള്ളത് ആർക്കാണ്?
വാപ്പയ്ക്കാണോ? അല്ല. ഉമ്മയ്ക്കാണോ? അല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും സാധാരണ നിസ്കരിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ എല്ലാ ദിവസവും 9 പ്രാവശ്യം നിർബന്ധമായി അസ്സലാമു അലൈക്കും എന്ന് അഭിവാദ്യം ചെയ്യുന്നുണ്ട്, സലാം പറയുന്നുണ്ട്. എന്റെ വീട്ടിലാണ് എന്റെ ഉമ്മയുള്ളത്. ഒരു ദിവസം ഞാൻ എങ്ങനെ വന്നാലും ഒരു 5 പ്രാവശ്യം സലാം പറയുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ടോ? ഒരു പക്ഷേ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഉണ്ടാകാം. എന്നാൽ എല്ലാ ദിവസവും നിർബന്ധമായും ഏറ്റവും ചുരുങ്ങിയത് 9 പ്രാവശ്യം നമ്മൾ സലാം പറയുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യാവശ്യം സുന്നത്ത് കൂടി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീണു. നമുക്ക് ജന്മം നൽകിയ ഉപ്പ ഭാര്യ പ്രസവിച്ച ഉടനെ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ബേജാറായി റൂമിന്റെ പുറത്തുണ്ടാവും. നമ്മുടെ ഉമ്മ പ്രസവ നൊമ്പരം അവസാനിക്കാതെ വേദനയിൽ പുളയുന്നുണ്ടാകും. അതിനിടയിൽ വലിയ ഒരു കർമ്മം നടക്കും. ആ വാപ്പയുടെ പേര് പറഞ്ഞു തരുന്നതിന് മുമ്പ്, നൊന്തുപെറ്റ് നൊമ്പരം മാറാതെ കിടക്കുന്ന ഉമ്മയുടെ പേര് പറഞ്ഞു തരുന്നതിന് മുമ്പ്, എന്തിനേറെ നമുക്കൊരു പേര് വിളിച്ച് പേരിടുന്നതിന് മുമ്പ് നമ്മളോടൊരു പേര് വിളിച്ചു പറയും. അള്ളാഹുവിന്റെ നാമം കഴിഞ്ഞാൽ ഒരു സൃഷ്ടിയുടെ പേര്, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളോട് എത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയാൻ ഇനി വേറെ പ്രമാണങ്ങൾ ആവശ്യമില്ല. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ ഇത്? സ്വന്തമായി ഒരു പേരിട്ട് വിളിക്കാൻ നിശ്ചയിക്കുന്നതിന് മുമ്പ് നമ്മുടെ കാതിലേക്ക് ഒരു പേര് വിളിച്ചു പറഞ്ഞു തന്നു. ആ പേര് ലോകത്തെ ഏറ്റവും അഫ്ളലുർ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ഇനി നമ്മുടെ ഓരോന്നിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബന്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ട്. അത് ഇന്നത്തെ പ്രമേയമല്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഴുവൻ മുഹൂർത്തങ്ങളിലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഇനി ഒന്നുകൂടി വികസിതമായി ആലോചിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? നമുക്ക് ഒരു നിയമം തരാൻ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള നേതാവാണ്. ലമ്മാ ദഅ അല്ലാഹു ദാഈനാ ലിത്വാഅതിഹി ബിഅക്റമിർ റുസുലി കുന്നാ അക്റമൽ ഉമമി. നമുക്കുള്ള എല്ലാ മേന്മയുടെയും വിലാസം വേറെ ആരുമില്ല. നമ്മുടെ എല്ലാ മേന്മയുടെയും അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനങ്ങളുടെയും വിലാസങ്ങളുടെയും മുഴുവനും കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നാൽ അത് നിയമമായി, കിടന്നാൽ അത് നിയമമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇതേത് നാടാണ് എന്ന്. ഒരൊറ്റ സ്വഹാബിയും പറഞ്ഞില്ല. 1.25 ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബികൾ ഒരുമിച്ച് കൂടിയ മഹാഹജ്ജ് വേളയിൽ ചോദിച്ചു, അയ്യു ബലദിക്കും ഹാദാ, ഈ നാടേതാണ്?
എല്ലാ സ്വഹാബികൾക്കും അറിയാം ഈ നാടിന്റെ പേര് മക്ക എന്നാണെന്ന്. ഒറ്റ സ്വഹാബിയും പറഞ്ഞില്ല ഇത് മക്കയാണെന്ന്. എന്താ കാരണം? ഇത് മദീന എന്ന് പേരിട്ടാൽ അന്ന് മുതൽ പേര് മദീന നാവും. അങ്ങനെ പേര് മാറ്റാൻ അധികാരമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല. അവിടുന്ന് എന്തെങ്കിലും ഒരു പുതിയ പേര് നിർണയിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടുത്തെ മുമ്പിൽ ഒരു പേര് പറയാനില്ല. അയ്യു യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പേരേതാണ്? യൗമു അറഫ എന്ന് എല്ലാവർക്കും അറിയാം. ഒരൊറ്റ സ്വഹാബിയും മറുപടി പറഞ്ഞില്ല. അതിന് വേറൊരു പേരിട്ട് നിശ്ചയിക്കാൻ അധികാരമുള്ള നേതാവാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അയ്യു ഷഹരിക്കും ഹാദാ, ഇതേത് മാസമാണ്? ദുൽഹിജ്ജയിൽ ഹജ്ജ് നിർവഹിക്കാൻ വന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഇതേത് മാസമാണ്? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. തങ്ങൾക്ക് അധികാരം. ഇനി ഇതിനി മുഹറം എന്ന് വിളിക്കണോ? പിന്നെ ഞങ്ങളെല്ലാം മുഹറം എന്ന് വിളിക്കും. മക്കക്കിനി വേറൊരു പേര് വിളിക്കുമോ? അത് ഞങ്ങൾ വിളിക്കും. അങ്ങനെ തീരുമാനിക്കാനുള്ള നേതാവിന്റെ ചോദ്യത്തിന് മറുപടിയില്ല. അറിയാഞ്ഞിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് മുഴുവനും സ്വഹാബികളുടെ മറുപടി അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാമെന്നായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രയും വലിയ അധികാരമാണ് നൽകിയത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. ഈ വിശ്വാസികളുടെ വിശേഷം പറയട്ടെ. الذين يتبعون الرسول النبي, അവർ റസൂലിനെ പിൻപറ്റുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് സവിശേഷമായ പദവികളോടെ അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ച മഹാവ്യക്തിയുടെ പേരാണ് റസൂൽ. എല്ലാവർക്കും റസൂലിനെ അറിയാം. അന്നബി, പിന്നെയോ റസൂലുമാണ്, നബിയുമാണ്. അൽ ഉമ്മി, കേവലം റസൂലും നബിയുമല്ല, അല്ലാഹുവിൽ നിന്ന് നേരിട്ട് മാത്രം വിവരങ്ങൾ സമാഹരിച്ച നബിയാണ്. അന്നബി അൽ ഉമ്മി. ഉമ്മി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ നിയോഗിക്കപ്പെട്ട നബിക്ക് അറിവ് നൽകാൻ ഇടയിൽ ആരുമില്ല. അല്ലാഹു തന്നെ നേരിട്ടറിവ് നൽകിയ മഹോന്നതരായ വ്യക്തിത്വമാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആശയങ്ങളെയും ഉമ്മുൽ കിതാബ് എന്ന ഫാത്തിഹയിലുണ്ട്. ആ ഉമ്മുൽ കിതാബ് പോലെ ലോകത്തുള്ള വിജ്ഞാനങ്ങളെ മുഴുവനും സമാഹരിച്ച നബിയാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും നാടുകളുടെയും ഉമ്മയാണ്.
ഉമ്മുൽ ഖുറയിൽ ജനിച്ച ഉമ്മിയായ നബി ഈ ലോകത്തെ മുഴുവനും പദവിയുടെയും മാതാവാണ്, പിതാവാണ്. അന്ത ഉമ്മുൻ അം അബൂ, അപ്പോഴും ഉമ്മിയാണ്. ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട എല്ലാ നബിമാരും പ്രയാസഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടി അള്ളാഹു നൽകിയ സുവിശേഷമായ പ്രാർത്ഥന അവർക്ക് വേണ്ടി വിനിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മത്തിനു വേണ്ടി പ്രാർത്ഥനയെ പാത്തുവെച്ച് കാത്തിരിക്കുന്ന വിധം ഉമ്മത്തിനു വേണ്ടി ജീവിക്കുന്ന നബിയുടെ പേര് ഉമ്മത്തിയായ നബി എന്നാണ്. അത് പ്രയോഗത്തിൽ ഉമ്മിയായി വന്നതാണ്. അന്നബിയുൽ ഉമ്മീ. أحببت أميا يكون عليما علما يفوق القارئين يتيما. الله سبحانه وتعالى ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന വളരെ അത്ഭുതകരമായ ഒരു പദമാണ് ഉമ്മി എന്ന പദം. കാരണം ഒരായത്തിൽ പറഞ്ഞു വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. തങ്ങളെ ലോകത്തുള്ള എല്ലാ അറിവും അവിടുത്തേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു ചെയ്ത അനുഗ്രഹം എത്ര വലുതാണ്. അപ്പോൾ ആരിലൂടെയാണിത് നൽകിയതെന്നൊരു ചോദ്യം വരും. ആരെയും ഞാൻ ഇടയ്ക്കു നിർത്തിയിട്ടില്ല. അന്നബിയുൽ ഉമ്മി, ഞാൻ നേരിട്ട് പഠിപ്പിച്ച നബിയാണ്. അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. എന്തൊരു അത്ഭുതമാണിത്. ഉമ്മി എന്നതിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ നമ്മുടെ പരമ്പരയ്ക്ക് എത്ര സമയം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മി എന്ന് പറയുമ്പോൾ ചില ആളുകൾ നിരക്ഷര കുക്ഷി എന്ന് പരിഭാഷപ്പെടുത്തും. അത് ശരിയേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതല്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാം അഇമ്മത്ത് എഴുതി വെച്ച അർത്ഥങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ അറിവ് അല്ലാഹുവിൽ നിന്ന് വഅല്ലമക മാ ലം തകുൻ തഅലം, അവിടുത്തേക്ക് അറിവില്ലാത്തതെല്ലാം അവിടുന്ന് ഒരു അധ്യാപകനിൽ നിന്ന് പഠിക്കാത്തത് കൊണ്ട് അവിടുത്തെ എല്ലാ അറിവും നേരിട്ട് തങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അറിയാത്തതെല്ലാം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ അറിവുമെന്നാണ്. അത് മുഴുവനും തന്നു കഴിഞ്ഞു. അങ്ങനെ എല്ലാ ഇൽമുകളുടെയും കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ الذي يجدونه مكتوبا عندهم في التوراة, മുൻകാല വേദമാകുന്ന തൗറാത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നബിയാണ്. ആ വിഷയത്തിലേക്കൊന്നും പോണില്ല. ഇനിയും പലതും പറവാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല. കാര്യസ്ഥൻ വരും, എല്ലാം വിശദീകരിച്ചു തരും. ബൈബിൾ ഇന്നും അത് പറയുന്നുണ്ട്. അങ്ങനെ തോറയിൽ ഇഞ്ചീലിൽ രേഖപ്പെടുത്തപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നെന്റെ കോർ സബ്ജക്റ്റ് അവിടെ അല്ല, അതുകൊണ്ടാണ് ഞാൻ വേഗം പോണത്. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, നന്മ നിങ്ങളോട് പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വയൻഹാഹും അനിൽ മുൻകർ, അരുതാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയുള്ള പ്രയോഗമാണ് രസം.
ويحل لهم الطيبات ويحرم عليهم الخبائث ويحل لهم الطيبات നല്ലത് നിങ്ങൾക്ക് ഹലാലാക്കി തരുന്ന നബി. എന്തിനാണ് ഈ നല്ലത് പിന്നെ ഹലാലാക്കുന്നത്? നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അത് അരുതാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം എടുത്തുകൊള്ളാൻ, അപ്പോഴേ അത് എടുക്കാൻ പറ്റൂ. അങ്ങനെ പറയാനുള്ള നേതാവാണിത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ലത് നിങ്ങൾക്ക് ഹലാലാക്കി തരാൻ വന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ചെയ്തോളൂ എന്ന് പറയാൻ അധികാരമുള്ള ശാരിഅാണ്, നിയമം സ്ഥാപിക്കാൻ അധികാരമുള്ള നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ അർത്ഥത്തിൽ എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ഹബീബ് കയറിയിട്ടുണ്ടോ? ഇൻഷുറൻസ് നല്ലതായിരുന്നു. ലൈഫ് ഇൻഷുറൻസ്. ഒരാൾ വലിയ അഭിമാനത്തോടുകൂടി എന്നോട് പറഞ്ഞു, ഒരു 4 മാസം കൂടി അടച്ചാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 1 മില്യൺ കിട്ടും. അപ്പൊ അയാളോട് പറഞ്ഞത് അത്ര ഉചിതമായ കാര്യമല്ല. ലൈഫ് ഇൻഷുറൻസ് ചെയ്യണത് ഉചിതമായ കാര്യമല്ല. ആരുടെ പൈസയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്? എവിടെന്നാണ് നിങ്ങൾക്ക് തരുന്നത്? അയാളോട് അടുത്ത ചോദ്യം ചോദിച്ചു, 10-60 വയസ്സ് കഴിഞ്ഞില്ലേ, എപ്പോഴും നിങ്ങൾ പോകാവുന്ന പരലോകത്തേക്ക് എന്ത് കരുതി വെച്ചിട്ടുണ്ട്? വല്ല ഇൻഷുറും ഉണ്ടോ? ആളുകൾ വേഗം പോയി ഇൻഷുറൻസ് എടുക്കും. നാളത്തേക്കൊന്നുമില്ല, ഇരിക്കട്ടെ എന്തെങ്കിലും ഒന്ന്. ആ നാളെ എന്ന് പറയുന്നത് അപകടം പറ്റിയാൽ, മരിച്ചുപോയാൽ കുടുംബത്തിന്. എന്നാൽ മരിച്ചുപോയാൽ എനിക്ക് വസിക്കാൻ സ്വർഗത്തിൽ ഒരു വീട് പണിഞ്ഞിട്ടുണ്ടോ? രക്ഷപ്പെടാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ഇത് ആലോചിക്കാൻ നമുക്ക് സാധിക്കണില്ല. ഞാൻ വരുന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? നിങ്ങൾക്ക് നിയമം തരുന്ന നേതാവാണ്. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോരാ, നല്ലതെന്ന് എനിക്ക് തോന്നിയാൽ പോരാ, നല്ലതാണെന്ന് തീരുമാനിച്ചിട്ട് അനുവദിച്ചു തരേണ്ട നേതാവാരാണ്? ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു തരണം, മോനെ ഇതുവഴി പൊയ്ക്കോളൂന്ന്. അപ്പോഴേ നമുക്ക് പോകാൻ പറ്റൂ. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മോശമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹറാമാക്കുന്ന നബി, നിഷിദ്ധമാക്കുന്ന നബി. ഇസ്ലാമിൽ എന്ത് നിഷിദ്ധമാക്കണമെന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും പ്രഭാഷകരെ ആവശ്യമില്ല. ഇസ്ലാമിൽ എന്ത് ഹറാമാക്കണം, ഹലാലാക്കണം, അത് അല്ലാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അധികാരമാണ്. സർവമത സത്യവാദവാദികൾ നമുക്ക് ആനന്ദമുള്ളതൊക്കെ അനുവദിച്ചു തന്നാലേ മതം മതമാകൂ എന്ന് വാദിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു മതം ആവശ്യമില്ല. നമുക്ക് ആനന്ദം തരുന്ന സംഗീതവും നമുക്ക് ആനന്ദം തരുന്ന കലകളും അനുവദിച്ചു തന്നില്ലെങ്കിൽ ആ മതം ഭംഗിയില്ലാത്ത മതമാണത്രേ. അത് പാട്ടുകാരൻ പറഞ്ഞാലും സർവമത സത്യവാദി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇസ്ലാം എന്ന് പറയുന്ന മഹിതമായ മതത്തിൽ എന്ത് നിഷിദ്ധം, എന്ത് അനുവദിക്കപ്പെട്ടു, അത് തീരുമാനിക്കാൻ അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല ഫി ഉലാ, അല്ലാഹുവിന്റെ തീരുമാനം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം.
ഹലാലും ഹറാമും തീരുമാനിക്കേണ്ടത് അല്ലാഹുവും റസൂലുമാണ്. ആ തീരുമാനിച്ചത് അനുസരിക്കുന്നവരാണ് വിശ്വാസികൾ. നമ്മൾ അംഗീകരിച്ച് അനുസരിച്ച് ആ വഴിയിൽ സഞ്ചരിക്കേണ്ടവർ. ചില ആളുകൾ ചോദിക്കും, മനുഷ്യന് ഏറ്റവും ആനന്ദമുള്ള സംഗീതം നിഷിദ്ധമാക്കിയ ഒരു മതമോ? ഹോ, നിന്റെ വികാരത്തിനനുസരിച്ച് മതം വഴിപ്പെടണമെന്ന് പറഞ്ഞാൽ അതല്പം കഷ്ടമാണ്. സംഗീതം ആസ്വദിക്കുന്നവർ എല്ലാവരും ഇല്ല. എല്ലാവർക്കും സംഗീത ആസ്വാദനമല്ല. ചില ആൾക്ക് കളി ആസ്വാദനമാണ്. അപ്പൊ കളിയുള്ള ആള് ചോദിക്കുകയാണ്, ഈ കളിയെ അനുവദിക്കാത്ത മതം മതമോ? വേറെ ഒരാൾക്ക് വേറെന്തോ ഒന്നാണ് ആസ്വാദനം. അയാൾ ചോദിക്കും, ഇത് അനുവദിക്കാത്തത് മതമോ? ഇന്ന് നമ്മളിൽ ചിലരും മൗനമായി ചോദിക്കും, ലോൺ എടുക്കാൻ അനുവദിക്കാത്ത മതമോ? നമ്മുടെ താല്പര്യത്തിനൊക്കെ മതം വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇസ്ലാമിന്റെ നിയമമല്ല, അങ്ങനല്ല. നമ്മുടെ താല്പര്യങ്ങളെ മതത്തിലേക്ക് ചേർത്ത് വെക്കണം. നമ്മുടെ താല്പര്യങ്ങളെ മതത്തിലേക്ക് ചേർത്ത് വെക്കണം. നമ്മുടെ താല്പര്യങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് വെക്കണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവും. വിഷയത്തിലേക്ക് വരാം. وَيَضَعُ عَنْهُمْ إِصْرَهُمْ وَالْأَغْلَالَ الَّتِي كَانَتْ عَلَيْهِمْ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം നിയമം പറഞ്ഞുകൊണ്ട് പോകുന്ന വ്യക്തിയല്ല. മറിച്ചോ നിങ്ങളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഏറ്റെടുത്ത് പരിഹരിക്കുന്ന, നിങ്ങളുടെ ചങ്ങലകളെ അഴിച്ചു മാറ്റാൻ നിൽക്കുന്ന നേതാവാണ് സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റി ആയാസം തരും. നിങ്ങളുടെ കഷ്ടതകളെ മാറ്റി നിങ്ങൾക്ക് സന്തോഷം തരും. അങ്ങനെ ഈ ഉലകത്തിന് മുഴുവനും ആനന്ദം നൽകിയ ഒരു നേതാവേ ഉള്ളൂ. വേറെ ആരെയും അത്ര പറയാനില്ല. നമ്മൾ പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു കഥാപാത്രമല്ല, കേവലം ഒരു ഇതിഹാസമല്ല, കേവലം ഒരു ആക്ടർ അല്ല, കേവലം ഒരു റിഫോമർ അല്ല. ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, ഈ കൊല്ലത്തെ സ്നേഹപ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം കൂടി പങ്കുവെക്കാനുണ്ട്. ഈ റബീഉൽ അവ്വലിൽ 1 മുതൽ 12 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1446 വർഷങ്ങൾക്ക് മുമ്പ് പലായനം ചെയ്ത് സഞ്ചരിച്ച വഴിയിലൂടെയായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ചത്. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്ത വഴി 1446 കൊല്ലം മുമ്പ് ഞങ്ങളുടെ നേതാവ്, ഉലകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയ വഴി ഇന്നും ലോകത്ത് പരകോടികൾ എത്തിച്ചേരുന്നു. അതിൽ പ്രധാന പോയിന്റുകളിൽ അല്ലാതെ എവിടെയോ ആണെന്ന് പറയുന്ന ഒരു നേതാവല്ല. ഈ റബീഉൽ അവ്വലിൽ 1-ാമത്തെ രാവിൽ സൗദി അറേബ്യയിലെ മക്കയിൽ കഅബാലയത്തിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെ സൗർ മലയുടെ മുകളിലുള്ള സൗർ ഗുഹയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. 1446 കൊല്ലം മുമ്പ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേപോലെ റബീഉൽ അവ്വൽ 1-ാം രാവിന് ഈ ഗുഹയുടെ ഉള്ളിലായിരുന്നു എന്ന് അത്രയും കൃത്യമായി ചരിത്രം രേഖപ്പെട്ടു കിടക്കുന്നു. വർത്തമാനം നമ്മളോട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, വർത്തമാനം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്നിറങ്ങി ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ നിന്ന് നേരെ പോയി
ഇന്നത്തെ അമാനത്തുൽ ആസിമത്തുൽ മുഖദ്ദസ എന്ന ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ നിന്ന് നേരെ പോയി സൗർ മലയിലേക്ക്. അവിടെ 3 ദിവസം കഴിച്ചുകൂട്ടി. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്ഫാനിലേക്ക് വന്നു. അവിടെ നിന്ന് അല്പം മരുഭൂമിയിലേക്ക് സഞ്ചരിച്ചു പോകുമ്പോൾ അതാ 4 പാടും കടൽ പോലെയുള്ള മരുഭൂമിയാണ്. വെയിലിൽ നിന്ന് ആറി നിൽക്കാൻ ഒരിടമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. നോക്കുകയാണ്, എവിടെയാണ് എന്റെ പുണ്യപ്രഭുവിനെ ഒന്നിരുത്തുക. അപ്പോഴാണ് ദീർഘമുള്ള ഒരു പാറ നിഴൽ വിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അസ്സഹറത്തു തവീല. അതിന്റെ അടിയിലേക്ക് പോയി വിരിപ്പ് വിരിച്ചു കൊടുത്തു. അവിടെ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പനേരം കിടന്നു. ആ പാറ ഇന്നും അതുപോലെ അവിടെ നിൽക്കുന്നു. പെയിന്റ് അടിച്ചിട്ടില്ല, സിമന്റ് ചെയ്തിട്ടില്ല. അവിടെയുള്ള മണൽത്തരികൾ കാറ്റടിച്ചുകൊണ്ട് ഇളകിയതല്ലാതെ ആരും ഇളക്ക് മാറ്റിയിട്ടില്ല. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ്, അത്യാദരണീയരായ സയ്യിദ് അവർകൾ വരുന്നു. ഇന്ന് നമുക്ക് ദുആ ചെയ്തു തരും. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അന്നു കിടന്ന ആ ഇടത്തിന്നൊരു പെയിന്റ് പോലും വന്നിട്ടില്ല, ഒരു സിമന്റ് പോലും തേച്ചിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ 1446 കൊല്ലങ്ങൾക്ക് മുമ്പ് റബീഉൽ അവ്വൽ 5-ന്റെ അന്ന് എത്തിച്ചേർന്ന സ്ഥലത്ത് റബീഉൽ അവ്വൽ 5-ന് തന്നെ എത്തുമ്പോൾ മാഷാ അല്ലാഹ് എന്തൊരോർമ്മയാണ്. ആ സഞ്ചാരത്തിലേക്ക് ഇപ്പൊ ഞാൻ പോണില്ല, വരും ദിവസങ്ങളിൽ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ജീവിക്കുകയാണ് നമ്മളിൽ. മാത്രമല്ല, ഒന്നുകൂടി പറയട്ടെ, വേറെ ഒരു നേതാവിനെയും പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറു ശരീഫിലേക്ക് വെച്ചിട്ട് മദീന ഇന്ന് വരെ കണ്ണടച്ചിട്ടില്ല. പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറു ശരീഫിലേക്ക് കിടത്തിയപ്പോൾ സഹാബികൾ നോക്കി നിന്നു. പിന്നെ ഇന്ന് വരെ അവിടുന്ന് ജനം ഒഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആ മദീന പൂർണ്ണമായി ഉറങ്ങിയിട്ടില്ല. ലോകത്ത് വേറെ ഒരു നേതാവിനെയും ഇത്ര കൃത്യമായി ഇത്ര കാലത്തിനു ശേഷം ഇവിടെ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയാൻ ഒരാളും ഉണ്ടാവില്ല. അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എല്ലാ പ്രവാചകന്മാരുടെയും ഖബറിടങ്ങൾ എവിടെയാണെന്ന ചർച്ച പറയുമ്പോൾ തവാതറത്തിൽ അദില്ലതു വന്നുഖൂലു, പ്രമാണങ്ങൾ വന്ന് നമ്മളോട് സംസാരിക്കും. ഇതാ ഇവിടെയാണ് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത്. കോവിഡ് കാലത്ത് പല നാടുകളും വിജനമായി. അന്നും മദീന പള്ളിയിൽ നിന്ന് എല്ലാവരും പോയിട്ടില്ല. പിന്നെ ഒരിക്കലാണ് മദീനയിൽ നിന്ന് ആളുകൾ മുഴുവനും ഒഴിഞ്ഞു എന്ന് ചരിത്രം പറഞ്ഞ ഒരു ഘട്ടമുണ്ട്. അത് ഹറാ യുദ്ധസമയമാണ്. അന്നും മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾ പള്ളിയിൽ തന്നെയാണ്. എല്ലാവരും പോയപ്പോഴും പള്ളിയിൽ തന്നെ നിന്നു സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾ.
നോക്കി നിൽക്കുകയാണ്. വാങ്കിന്റെ സമയം അറിയാൻ പോലും കഴിയാതെ വന്നപ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് ലോക ഗുരുവായ പുണ്യപ്രവരർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന്റെ മുഴുവനും പ്രകാശത്തിന്റെ പ്രഭവ കേന്ദ്രമായ റസൂലുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്ത് അതാണ് നമ്മുടെ ഒരു അസറ്റ്. സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഖബറിൽ നിന്നുള്ള അനക്കമാണ്. ബിഹംഹമത്തിൻ മിൻ ഖബരിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ നിന്നുള്ള സന്ദേശം അറിഞ്ഞിട്ടാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾ നിസ്കരിച്ചത്. അപ്പോഴും കണ്ണടച്ചില്ല. ഇന്നും മദീനയിലേക്ക് ചെന്നാൽ സുബഹിക്ക് മുമ്പ് അതാ ഒരു ഒഴുക്ക് പോലെയാണ് 10,000 വരുന്നത്. വരുമ്പോൾ ബാബുസലാമിന്റെ ഭാഗത്തെത്തുമ്പം എല്ലാം ഒന്ന് ചവിട്ടി നിൽക്കും. എന്നിട്ട് നോക്കും ഒന്ന് സലാം പറഞ്ഞ് പോകാൻ പറ്റുമോന്ന്. സലാം പറഞ്ഞിട്ട് പോകാൻ കഴിയുമെങ്കിൽ സലാം പറഞ്ഞിട്ട് അവിടുത്തെ തിരുമുമ്പിലൂടെ വിനയത്തോടെ പുറത്തിറങ്ങും. അങ്ങനെ സലാം പറഞ്ഞ് പള്ളിയിൽ കയറിയ ആള് സുബഹി നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ വീണ്ടും നോക്കും ഒന്നുകൂടി സലാം പറഞ്ഞിട്ട് പോകട്ടേന്ന്. അതേ ആള് സുബഹി ളുഹറിന്റെ ജമാഅത്തിന് വരുമ്പോഴും നോക്കും ഒന്ന് സലാം പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ. അതേ ആള് ളുഹർ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ വീണ്ടും നോക്കും ബാബുസലാമിലൂടെ കയറിയിട്ട് സലാം പറഞ്ഞിറങ്ങിയാലോ. പൂതി തീരാത്തൊരു കേന്ദ്രം, പറഞ്ഞു മതിയാവാത്തൊരു കേന്ദ്രം. പറഞ്ഞാലും അവിടുത്തെ തിരുമുമ്പിൽ നിന്നാലും മതിയാകാത്ത ഒരു സാന്നിധ്യം. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അപ്പോൾ നമുക്ക് മുത്തുനബി തങ്ങൾ ആരാണെന്ന് ആലോചിക്കുമ്പോഴാണ് റബീഉൽ അവ്വൽ വരുമ്പോ ആഘോഷിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കേണ്ടത്. നമുക്കാരാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വരുമ്പോഴാണ്. ദുആയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഞാൻ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോവാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കാരാണെന്ന് ചോദിച്ചതിന് ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങിയത്, നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഉപ്പയുടെ പേര് കേൾക്കുന്നതിന് മുമ്പ്, ഉമ്മയുടെ പേര് കേൾക്കുന്നതിന് മുമ്പ്, സ്വന്തം ഒരു പേര് കിട്ടുന്നതിന് മുമ്പ് കേട്ട പേരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി എവിടെ വരെ എന്നറിയുമോ? നമ്മളെ ജനങ്ങൾ കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോൾ ആ ഖബറിൽ പ്രധാനമായി 3 ചോദ്യമാണുള്ളത്. 3 ചോദ്യമാണുള്ളത് എന്ന് ഹദീസിൽ ഉണ്ടെങ്കിലും 3 ചോദ്യങ്ങളുണ്ടെന്ന നിവേദനം ഒന്ന് അബൂദാവൂദിന്റെ നിവേദനമാണ് റഹിമഹുല്ലാഹ്. മറ്റൊന്ന് ഇമാം അഹ്മദ് തങ്ങളുടെ നിവേദനമാണ് റഹിമഹുല്ലാഹ്. അതെല്ലാം നിവേദനം ചെയ്ത സ്വഹാബി ആരെന്നറിയുമോ? ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ആണ്. ഹദീസ് സ്വഹീഹാണ്, അതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച നിവേദനത്തിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഈ 3 ചോദ്യവും സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടില്ല, സഹീഹു മുസ്ലിമിൽ വന്നിട്ടില്ല. ഒരു ചോദ്യമേതാണ്? മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. രണ്ടാമത്തെ ചോദ്യം വമാ ദീനുക, നിന്റെ ദീനേതാണ്. ഈ 2 ചോദ്യവും ബുഖാരിയുടെ നിവേദനത്തിലില്ല. ബുഖാരിയിലില്ലെന്നതുകൊണ്ട് ശരിയില്ലെന്നല്ല, അതിന്റെ നിവേദനം അബൂദാവൂദും ഇമാം അഹ്മദും മറ്റും ഉദ്ധരിച്ചിട്ടുണ്ട് റഹിമഹുമുല്ലാഹ്. പക്ഷേ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ വന്ന ചോദ്യം ഏതാണെന്നറിയുമോ? അസ്സുആലു അൻ റസൂലില്ലാഹ്.
ഹബീബായ തങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ്. ആ ചോദ്യമാണ് ഖബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചോദ്യം നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ ഒരു ചോദ്യം, വമൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? മുസ്ലിമീങ്ങൾ പറയും അല്ലാഹു റബ്ബി. ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആൻസർ റെഡിയാണ്. അത് കാണാതെ പഠിച്ചുകൊണ്ട് മാത്രം കിട്ടുന്നതല്ല, വിശ്വാസം കൊണ്ട് കിട്ടുന്നതാണ്. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹു റബ്ബി എന്ന് പറയാത്ത ആളും ശരിയായ വിശ്വാസിയാണെങ്കിൽ അവിടെ അല്ലാഹു റബ്ബി എന്ന് പറയും. ഒരു കോടി പ്രാവശ്യം പറഞ്ഞയാളാണെങ്കിലും ശരിയായ വിശ്വാസമില്ലെങ്കിൽ പറയാനാവില്ല. തൗറാത്തിലും ഇഞ്ചീലിനും പഠിച്ച, ഇഞ്ചീലിനും വിശ്വസിക്കുന്ന ആളുകളും ചിലപ്പോൾ പറഞ്ഞേക്കാം അല്ലാഹു റബ്ബി എന്ന്. ഒന്നാമത്തെ ചോദ്യം അടുത്ത ചോദ്യത്തിനൊരു ചാൻസ് ഉള്ള ചോദ്യമാണ്. വമാ ദീനുക. അവിടെ ഇസ്ലാമാണ് എന്റെ ദീന് എന്ന് പറഞ്ഞവർ രക്ഷപ്പെട്ടു. നേരത്തെ അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞ ചില ആളുകൾ ചിലപ്പം ദീൻ ഏതാന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മാറിയേക്കാം. മൂന്നാമത്തെ ചോദ്യം, അതാണ് നിർണയത്തിന്റെ ചോദ്യം. ആദ്യത്തെ രണ്ട് ചോദ്യവും പാസ്സായിട്ട് വരുമ്പോഴാണ് മൂന്നാമത്തെ ചോദ്യമുള്ളൂ. ആ ആൾക്കേ മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടിയുള്ളൂ. ആ ചോദ്യം എന്താണ്? സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ആ ഹദീസ് നിവേദനം ചെയ്യുന്നത് അനസ് ബിൻ മാലിക് തങ്ങളാണ്. അൽ അബ്ദു ഇദാ വുദിഅ ഫീ ഖബ്രിഹി, ഒരടിമയെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ വതുല്ലിയ, ജനങ്ങളെല്ലാം അയാളെ വിട്ടേച്ചു പോയി, വദഹബ അസ്ഹാബുഹു, എല്ലാവരും പോയാൽ, ഹത്താ ഇന്നഹു ലയസ്മഉ ഖർഅ നിആലിഹിം, അവരുടെ ചെരുപ്പിന്റെ ചെരുപ്പടി ശബ്ദം അയാൾ കേൾക്കും. ആ നിലക്കിങ്ങനെ ഖബറടക്കിയിട്ട് ആളുകൾ പോകുമ്പോൾ അതാഹു മലക്കാൻ, രണ്ട് മലക്കുകൾ വന്നു. ഫഖഅദാഹു, അയാളെ ഇരുത്തി. ഫയഖൂലാനി ലഹു, എന്നിട്ട് ചോദിക്കും, മാ കുൻത തഖൂലു ഫീ ഹാദർ റജുലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചോദ്യമേ ഉള്ളൂ ബുഖാരിയിലും മുസ്ലിമിലും. ഈ ചോദ്യം അങ്ങ് ചോദിക്കും, ആരാണ്? മാ തഖൂലു ഫീ, എന്താണ് മോനെ? മാ കുൻത തഖൂലു ഫീ ഹാദർ റജുലി, ഈ മഹാനെ കുറിച്ച് നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഏത് മഹാൻ? മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ട് ചോദിക്കും, ഇതാരാണെന്നറിയോ? ഫയഖൂലു അശ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു, ഇത് അല്ലാഹുവിന്റെ ദൂതനും അല്ലാഹുവിന്റെ റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഉൻദുർ ഇലാ മഖഅദിക മിനന്നാർ, നരകത്തിൽ നിന്ന് നിനക്ക് കിട്ടേണ്ടിയിരുന്ന ഇരിപ്പിടം നീ കണ്ടോ? അബ്ദലകല്ലാഹു ബിഹി മഖഅദം മിനൽ ജന്ന. ഈ ചോദ്യത്തിന്റെ ആൻസർ കറക്റ്റ് ആയപ്പോൾ അതിന് പകരം നിനക്കിതാ സ്വർഗം തന്നിരിക്കുന്നു. ഞാനൊന്നും കൂട്ടിയിട്ടില്ല, ഹദീസിലുള്ളത് ഇങ്ങനെയാണ്. നരകം കാണിച്ചു കൊടുത്തിട്ട് പറയും, ഉൻദുർ ഇലാ മഖഅദിക മിനന്നാർ, നരകത്തിൽ നിന്ന് നിനക്ക് കിട്ടാമായിരുന്ന ഇടം കണ്ടോ? അബ്ദലകല്ലാഹു ബിഹി മഖഅദം മിനൽ ജന്ന. നിന്റെ ആൻസർ കറക്റ്റ് ആയി. ഏത് ആൻസർ? ഹാദാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതരാണെന്ന് പറഞ്ഞപ്പോൾ പകരം തരുന്ന സമ്മാനം ഇതാണ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കണ്ട എന്ന് പറയാൻ ആർക്ക് കഴിയും? പറയണ്ട എന്ന് പറയാൻ ആർക്ക് കഴിയും?
നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ടോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് മറുപടി പറഞ്ഞു കഴിയുമ്പോൾ വഅമ്മൽ കാഫിറു അവിൽ മുനാഫിഖു, സഹീഹുൽ ബുഖാരിയിലെ മറ്റൊരു പ്രയോഗം അമ്മൽ കാഫിറു അമ്മൽ മുനാഫിഖു അവിൽ മുർതാബു, കപട വിശ്വാസി അല്ലെങ്കിൽ സംശയത്തിൽ കഴിഞ്ഞയാൾ ഫയഖൂലു ലാ അദ്രീ, ഇതാരാണെന്ന് എനിക്കറിയില്ല. അത് പേര് കേൾക്കാത്തോണ്ടല്ല, പേര് പറയാത്തോണ്ടല്ല. കുന്തു അഖൂലു മാ യഖൂലു നാസു, ചില ആളുകളൊക്കെ പറഞ്ഞ മാതിരിയൊക്കെ ഞാനും പറഞ്ഞു. അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്കിതാരാണെന്നറിയില്ല. ആരാണെന്ന് അറിയുന്നത് എപ്പോഴാ? ഈ പറഞ്ഞ ആൾക്കറിയുന്നത് പോലെ അബൂജഹലിന് അറിയാമായിരുന്നു. അബൂജഹലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാമായിരുന്നു. അറിഞ്ഞതുകൊണ്ട് മാത്രം വിജയിക്കില്ല. മാരിഫത്തുണ്ടായിരുന്നു. ജൂത ക്രിസ്ത്യാനികൾക്ക് മാരിഫത്തുണ്ടായിരുന്നു. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. കേവലം മാരിഫത്ത് ഉണ്ടാവൂല. അബൂജഹലിന് ഇൽമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. ഇൽമു കൊണ്ടും മതിയാവൂല. പിന്നെ എന്ത് വേണം? അസ്സിദ്ഖു വൽ മഹബ്ബ, അല്ലെങ്കിൽ അൽ ഇഅ്തിഖാദു വൽ മഹബ്ബ. അഖദ് വേണം. ഇൽമുള്ളയിടത്തെല്ലാം അഖദ് ഉണ്ടാവില്ല. ഇഅ്തിഖാദ്, അഖദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കൊളുത്തുന്ന ഒരു ഖൽബ് വേണം. ആ ഖൽബ് മഹബ്ബത്തിന്റെ ഖൽബ് ഉണ്ടാകുമ്പോഴാണ് ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ. മഹബ്ബത്തില്ലെങ്കിൽ ഈമാനില്ലെന്ന് പറഞ്ഞത് ഇവിടെയാണ്. മഹബ്ബത്താകുന്ന ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഖൽബ് ചേർത്ത് വെച്ച് അറിയുമ്പോഴാണ് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഹാദാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പറ്റൂ. പ്രിയമുള്ളവരെ, മഹാന്മാരായ മുൻഗാമികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ ചെന്നാൽ, നമ്മൾ ഖബറിൽ ഇറക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും എന്ന കാര്യത്തിൽ ഇതാ അപ്പുറത്ത് നിൽക്കുന്നയാളെ ഈ മതിലങ്ങ് കടന്നാൽ കാണും എന്നതിനേക്കാൾ വലിയ ഉറപ്പായിരുന്നു. അറിയോ, എന്റെ കൂട്ടുകാരൻ മതിലപ്പുറത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ മതിലപ്പുറത്തുണ്ട്, ഞാൻ ഇവിടുന്ന് ചെല്ലുക, ഉറപ്പായിട്ടും കാണുമല്ലോ. അതിനെ ചിലപ്പോൾ അയാൾ ഞാൻ ചെല്ലുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ സാധ്യതയുള്ള ആളാ. എന്നിട്ട് പോലും എനിക്കൊരു ഉറപ്പുണ്ട്. അതിനേക്കാൾ വലിയ ഉറപ്പായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും. ഇമാം അഹ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പേടിയായിരുന്നു. ഖബറിൽ ചെല്ലുമ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന്. तू जिंदा है वल्लाह, तू जिंदा है वल्लाह, मेरे चश्मे आलम से छुप जाने वाले. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് കാണാം. അങ്ങനെ കാണുമ്പോൾ ഹാദാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബിഹി വസല്ലം നിങ്ങളെ കണ്ട് ആ ഉത്തരമങ്ങ് റെഡിയായാൽ ഇവിടുത്തെ ഏറ്റവും വിധി നിർണയിക്കുന്ന റിസൾട്ട് തരുന്ന ചോദ്യമേതാണ്? പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യമേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. അതിന് ശരിയായോ? റെഡി. ശരിയായില്ലേ? വിട്ടു. അടുത്ത ചോദ്യമില്ല. അപ്പൊ എത്രമേൽ ജനനം മുതൽ മരണം വരെ നമ്മളോട് ചേർന്ന് കിടക്കുന്നുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. കാരണം എന്താ?
നമുക്കത് അത്രമേൽ പ്രിയപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളുടെ പേര് ചോദിച്ചാൽ അറിയുന്നതിനേക്കാൾ വേഗം അറിയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേര്. അത്രമേൽ പ്രിയപ്പെട്ടതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെന്തും നമുക്ക് പ്രിയപ്പെട്ടത് എല്ലാ പ്രിയപ്പെട്ടതിനേക്കാളും പ്രിയപ്പെട്ടതായിരിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. അവിടുത്തെ പിതാവ് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സന്തോഷമുണ്ട്, ആഘോഷമില്ല. എന്തേ ആഘോഷമില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഉപ്പ ഇസ്ലാമിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ അവിടുത്തെ പിതൃ സഹോദരനായ അബൂ ത്വാലിബ് എന്ന ഒരു കലിമ ചൊല്ലണമെന്ന് ഞാൻ പൂതി വച്ചിരുന്നു, അത് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണോ ഇഷ്ടാവുക അതാ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാണോ ഇഷ്ടമാവുക അതാണ് ചെയ്യുക. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെക്കാൾ പരിഗണന നൽകി. അപ്പോൾ മകൻ ചോദിച്ചു, ഉപ്പ എന്തേ ഞാൻ അവിടുത്തെ മകനല്ലേ, എന്നേക്കാൾ വലിയ പരിഗണന ഉസാമത്തിന് കൊടുക്കുന്നത്? മോനെ, എന്നേക്കാൾ ഇഷ്ടം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉസാമയുടെ ഉപ്പയായ സെയ്ദിനോടായിരുന്നു റളിയല്ലാഹു അൻഹു. എന്റെ മോനാകുന്ന നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഇഷ്ടം സെയ്ദിന്റെ മോനാകുന്ന ഉസാമയോടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ മോനായ നിങ്ങളോടുള്ളതിനേക്കാൾ മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെട്ട മോനോടാണ് ഇഷ്ടം. മനസ്സിലാവുണ്ടോ? അതാണ് മഹബത്തിന്റെ ലോകം. അത് പറയാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രമേയങ്ങളിൽ സ്വീകരിക്കാനുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് അവിടേക്ക് ചേരുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. യാ അക്രമൽ ഖൽഖി, അല്ലാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ഉന്നതരായ നബിയേ. യാ അക്രമൽ കുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകവാടത്തിൽ നിന്ന് രക്ഷിതാവായ റബ്ബിലേക്ക് വിലയം തേടുന്ന വരികളാണ് നാളെ മുതൽ നമുക്ക് ചൊല്ലിപ്പറയാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു 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 പറഞ്ഞ് അതിന്റെ മധു അനുഭവിക്കുന്ന സമയത്ത് ആ മധുവിലായി ലയിച്ച് അള്ളാഹുവിലേക്ക് യാത്രയാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബുകളിൽ ജീവിതം മുഴുവനും അവിടുത്തേക്ക് വേണ്ടി വിനിയോഗിക്കാൻ അവസരം കിട്ടുന്നവരിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തുണ നൽകണേ റഹ്മാനെ. ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയവരെല്ലാം ഈ സ്നേഹപ്രപഞ്ചത്തെ സ്നേഹിച്ചു വന്നതാണ്. ഈ മഹബത്ത് നീ വെറുതെ ആക്കല്ലേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ മജ്ലിസിൽ നിന്നൊരൊറ്റ പ്രതീക്ഷയേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക ലക്ഷ്യം ഇതിലില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനലക്ഷ്യം ഇതിലില്ല. നീ ഇതിന്റെ സംഘാടകർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഭൗതികമായ ലക്ഷ്യമില്ല. ഞങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യമേ ഉള്ളൂ, മുദ്ദാഹി ത്വാഹ ലാഹിഖ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആരും മിണ്ടാത്ത ദിവസം ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോടാനുകോടി അനുയായികളെ ഒരുമിച്ച് നോക്കുമ്പോൾ അവിടുത്തെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അനുയായിയായി മാറും. അവിടുന്ന് പരിഗണനയോടെ അവിടുന്ന് എൻ്റെ മോനല്ലേ, അനുയായിയല്ലേ എന്ന് പരിഗണിച്ചുകൊണ്ട് നോക്കുന്നൊരു നോട്ടം അവിടുത്തെ തിരുനോട്ടത്തിന്റെ പരിധിയിൽ ഒന്ന് പെട്ടുകിട്ടണം. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത്, ഇത് കേൾക്കാൻ വരുന്നത്, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്. കച്ചവട തിരക്കുകളെല്ലാം മാറ്റിവെച്ച്
രണ്ടാഴ്ചയോളം പ്രിയപ്പെട്ട കൂട്ടുകാരിൽ പലരും ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നത്. അല്ലാഹുവേ, ഇത് ഞങ്ങൾക്ക് നാളെ പ്രകാശവും വിജയവും സന്തോഷവും സ്വർഗവും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാരടക്കം എല്ലാവർക്കും ലഭിക്കുന്നൊരു കാരണമാക്കി തരണം റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് മർഹൂം അബ്ദുൽ ജലീൽ മുസ്ലിയാർ ഞങ്ങളുടെ ഉസ്താദ് കൂടിയാണ്. അവിടുത്തെ ഖബർ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. ഈ വേദിയിലിരിക്കുന്ന ഇസുദ്ദീൻ ഉസ്താദ് അവരുടെ ഉപ്പ ഹസ്ബുല്ലാ ഉസ്താദ്, എൻ്റെ അളിയൻ മച്ച ബഷീർ ഉസ്താദിന്റെ ഉപ്പ വാപ്പിച്ചാനെ അങ്ങ് ചവറെ പള്ളിയിൽ കൊണ്ടുവന്ന് ഖതീബാക്കി അവിടുന്ന് സന്തോഷം പങ്കുവച്ചത് മുതലുള്ള വലിയ ബന്ധം നേരത്തെ തന്നെ ഉള്ളവരാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുഞ്ഞിനാങ്കളിയിൽ. അതുപോലെ തന്നെ മച്ചായുടെ ഉമ്മ, ഈ വേദിയിലുള്ള ഓരോരുത്തരുടെയും ഉപ്പമാരിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുണ്ട്. അവിടുത്തെ മനസ്സിലും ആരൊക്കെയോ ഓർമ്മ വരുന്നുണ്ടാവും. ഈ സദസ്സിലുള്ള ഓരോരുത്തരുടെയും കൽബിൽ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാരുടെ ഉമ്മമാരുടെ, ഈ മറക്കപ്പുറത്തിരുന്നു കൊണ്ട് ഇത് കേൾക്കുന്ന സഹോദരിമാരുടെ ഉമ്മമാരുടെ കൽബിൽ അവരുടെ ഭർത്താക്കളും അവരുടെ ഉമ്മമാരും, കഴിഞ്ഞ സ്നേഹപ്രപഞ്ചം വരെ 18 കൊല്ലവും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഉമ്മമാർ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ റബീഉൽ അവ്വലിൽ മരണപ്പെട്ടു പോയവരടക്കം ഒരുപാട് പേര് ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം. അല്ലാഹ്, ഈ സ്നേഹപ്രപഞ്ചം നല്ല പ്രകാശപൂരിതമായി ഇവിടെ നടക്കുമ്പോൾ ഈ കൊല്ലൂർ വിളപ്പള്ളി ഖബർസ്ഥാനിൽ ചില ഖബറുകളിലേക്ക് നിന്റെ വെളിച്ചമെത്തുന്നുണ്ട്. അവർ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ഇരുന്നവരാണ്. അങ്ങനെ തന്നെ സന്തോഷമാക്കി കൊടുക്കണം. അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. സല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.